ദൃശ്യം 3 പ്രേക്ഷകരെ കയ്യിലെടുത്തുകൊണ്ട് മുന്നേറുകയാണ്. നമ്മൾ ആ 3 ദൃശ്യപ്ലാറ്റും കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ആ ദൃശ്യം 1 കൂടെയല്ലേ കൂടുതൽ ഇഴകിച്ചേരാൻ തോന്നുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതം അതൊരു അവതരിപ്പിക്കുന്ന ദൃശ്യം 1. ആ ദൃശ്യം 2 ദൃശ്യം 3 എത്തുമ്പോഴേക്കും അദ്ദേഹം പടിയായിട്ട് ഉയർന്ന നിലയിലേക്ക് എത്തുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണത്. ആ ദൃശ്യം 3യുടെ ക്ലൈമാക്സിൻ്റെ ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കിയൊന്ന്. കൊടും ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയല്ല, അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് പല ഭാഗത്തും ആ സിനിമ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ ജോർജ് കുട്ടിക്ക് തൻ്റെ ഭാവി മരുമകൻ ഒരു വ്യാജനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതായിപ്പോയോ? തൻ്റെ ഭാവി മരുമകനും ആ വീട്ടുകാരും തന്നെ ചതിക്കുകയാണെന്നുള്ള ഒരു തിരിച്ചറിവ് സിഎം നഷ്ടപ്പെടുത്തിയതാണോ അല്ല സിനിമയ്ക്ക് ഇവിടെ നഷ്ടപ്പെടുത്തിയതാണോ? എന്തായാലും ആ ഒരു മൂമെൻറ്റ് പ്രേക്ഷകർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. ക്രിമിനൽ ബുദ്ധിയുള്ള എല്ലാത്തിലും ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിയുന്നവനെ എന്തുകൊണ്ട് തന്നെ മരുമകൻ വ്യാജനാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഹലോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.